നമ്മളുടെ കൈകളിലെ 5 വിരലുകൾ നമ്മളുടെ പ്രപഞ്ചത്തിലെ 5 തത്വങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്, പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 5 വിരലുകൾ ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം തന്നെ വളരെ വേഗത്തിലും വളരെ എളുപ്പത്തിലും എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ 5 വിരലുകളിൽ ഒന്നാമത്തെ വിരല് തള്ളവിരല്. ഈ വിരല് സൂചിപ്പിക്കുന്നത് അഗ്നി എന്ന പ്രപഞ്ച തത്വത്തെയാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്, അതായത് പ്രാപഞ്ചികമായ അന്തർജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു. ഇനി ഈ ചൂണ്ടുവിരൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള അന്തർജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള വായു എന്നുള്ള എലമെന്റിനെ സൂചിപ്പിക്കുന്നു. ഇനി ഈ മൂന്നാമത്തെ വിരല് നടുവിരൽ, ഇത് നമ്മളുടെ ആകാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വിരൽ നമ്മളുടെ പ്രാപഞ്ചികമായ അന്തർജ്ഞാനത്തെയും നമ്മളുടെ ഉള്ളിലുള്ള അന്തർജ്ഞാനത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇനി ഈ നാലാമത്തെ മോതിരവിരൽ, അത് നമ്മളുടെ ഭൂമിയെ ആണ് സൂചിപ്പിക്കുന്നത്. അഞ്ചാമത്തെ കുഞ്ഞു വിരൽ സൂചിപ്പിക്കുന്നത് വെള്ളത്തെയാണ്. അപ്പോൾ ഈ 5 വിരലുകളുടെയും പ്രാധാന്യവും അത് ഏതൊക്കെ എലമെന്റ്സിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നും നമ്മളുടെ പ്രപഞ്ചവും നമ്മളുമായിട്ടുമുള്ള കണക്ഷനും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഈ 5 വിരലുകൾ ഉപയോഗിച്ച് നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിച്ചതെല്ലാം വളരെ വേഗത്തിലും എളുപ്പത്തിലും എങ്ങനെയാണ് അട്രാക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതെല്ലാം ഈ ഓരോ എലമെന്റ്സും എനർജിയാണ്, ഊർജമാണ്. അപ്പോൾ നമ്മളുടെ ഊർജം നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തുവിലേക്ക്, വ്യക്തിയിലേക്ക് അയക്കുവാനായിട്ട് ഈ വിരലുകളുടെ സഹായം നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ 100% വിശ്വാസത്തോടെയും ഒട്ടും സംശയമോ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുമോ എന്നുള്ള ഭയമോ ഇല്ലാതെ വേണം ഇത് ചെയ്യേണ്ടത്. ഇതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കണ്ണുകൾ അടച്ച് സാവധാനത്തിൽ ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയും സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുകയുമാണ്. ഇത് ഒരു 5 തവണ നിങ്ങൾ മിനിമം ചെയ്യുക. അങ്ങനെ ചെയ്ത ശേഷം അടുത്തതായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലെ 4 വിരലുകളും ഈ തള്ളവിരലും തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കുക, ഇങ്ങനെ വെക്കുക, കൂട്ടി. ഓക്കെ, ഇതുപോലെ ഒന്നിച്ച് വെക്കുക. അതിനുശേഷം നിങ്ങൾ ആ വിരലിനെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച്, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുക. ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുക. അത് നിങ്ങൾക്ക് ലഭിച്ചതായി, നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചതായി. അത് നിങ്ങൾക്ക് ലഭിച്ചാൽ എങ്ങനെയാണോ നിങ്ങൾ സന്തോഷിക്കുന്നത്, ആ ഒരു സന്തോഷത്തോടെ എനിക്ക് അത് ലഭിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിരലുകൾ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഹൃദയത്തിൻ്റെ ഭാഗത്ത് കൈകൾ വെക്കുക. എന്നിട്ട് കണ്ണടച്ചിരുന്ന് നിങ്ങൾ ആ ലക്ഷ്യം നിങ്ങൾക്ക് ലഭിച്ചതായി നിങ്ങളുടെ മനസ്സിൽ ചിത്രീകരിച്ച് കാണുക. അത് നിങ്ങൾക്ക് ലഭിച്ചതിലുള്ള പൂർണ്ണമായ സന്തോഷം നിങ്ങളുടെ മനസ്സിൽ അനുഭവിച്ചുകൊണ്ട്, ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് ലഭിച്ചതിന് നന്ദി എന്ന് ഫീൽ ചെയ്തുകൊണ്ട്, പൂർണ്ണമായും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തുകൊണ്ട്, മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നന്ദി പറയുക. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച വ്യക്തിയോടൊപ്പമുള്ള സന്തോഷകരമായ ജീവിതം എനിക്ക് ലഭിച്ചതിന് നന്ദി എന്ന് മനസ്സിൽ പറയുക. അങ്ങനെ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നിങ്ങൾക്ക് ലഭിച്ചതായി എന്ന് നിങ്ങൾ പൂർണ്ണമായ വിശ്വാസത്തോടെ ഇതുപോലെ കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നിങ്ങളുടെ ലക്ഷ്യത്തെ പറ്റി പൂർണ്ണമായ സമർപ്പണത്തോടെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾക്ക് ലഭിച്ചതിൽ നന്ദി എന്ന് പറഞ്ഞതിന് ശേഷം ഈ കൈകൾ നിങ്ങൾ ഇവിടെ നിന്നും മാറ്റിയിട്ട് നിങ്ങളുടെ ലക്ഷ്യം ഇതുപോലെ പ്രപഞ്ചത്തിലേക്ക് അയക്കുക. ഇനി നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ ആ ലഭിച്ചതിൽ
പൂർണ്ണ സംതൃപ്തനാണ്, അതിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണ്. അങ്ങനെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് ഇത് ലെറ്റ് ഗോ ചെയ്യുക. ഇത് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരേ ഒരു തവണ മാത്രം ഈ ടെക്നിക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നിങ്ങൾ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യുക. പിന്നീട് ആ ലക്ഷ്യത്തിന് വേണ്ടി ഈ ടെക്നിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റൊരു ലക്ഷ്യത്തിനായിട്ട് നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.